സിബിന് ഒരാവശ്യമില്ലാതെ കുറേ അധികം വഴക്ക് പറഞ്ഞ ഒരു ദിവസമായിട്ടാണ് എനിക്ക് തോന്നിയത്. ലാലേട്ടൻ വന്നിട്ട് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണോ എന്ന് ചോദിച്ചു പവർ ടീമിനോട്. അതായത് അവർ പവർ ഉപയോഗിച്ചിട്ട് റൂം ലോക്ക് ചെയ്യുകയും തുറക്കുകയും ചെയ്യിപ്പിച്ചു. അങ്ങനെ 3 തവണ ബിഗ് ബോസിനെ കളിപ്പിച്ചു. ബിഗ് ബോസിനെ കളിപ്പിച്ചാൽ ബിഗ് ബോസ് അവിടെ അങ്ങ് ഇരുത്തും എന്ന് ലാലേട്ടൻ ഒരു വാർണിംഗ് കൊടുത്തു. അതൊക്കെ ഞാൻ യോജിക്കുന്നു. അതുപോലെ തന്നെ നോറയ്ക്ക് ശിക്ഷ കൊടുത്തിട്ട് എന്തിനാണ് പോസ് ചെയ്തതെന്ന് ചോദിപ്പിക്കുന്നുണ്ട്. നോറയ്ക്ക് ഭയങ്കര അങ്ങ് സന്തോഷമായിപ്പോയി. അത് സിബിനോട് ചോദിക്കുന്നുണ്ട്, ശരണ്യോടും ചോദിക്കുന്നുണ്ട്. അവർ പറയാനുള്ളത് പറയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അതും കുഴപ്പമില്ല. പിന്നെ ഫസ്റ്റ് കിട്ടാൻ പാകത്തിന് ഒരു പെർഫോമൻസ് ആ ടീം ചെയ്യാത്തത് കൊണ്ട് ഡെന്നാണ് നന്നായി ചെയ്തതെന്ന് പറഞ്ഞ് ലാലേട്ടൻ അപ്രീഷിയേറ്റ് ചെയ്തു. പിന്നെ നോറയോട് ലാലേട്ടൻ പറഞ്ഞു, അപ്പോൾ ഒരു പോസ് ചെയ്യിപ്പിച്ചപ്പോൾ പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ പറയിപ്പിച്ചു. ശരണ്യ പോസ് ചെയ്തതൊക്കെ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അതിനോടൊക്കെ എനിക്ക് യോജിപ്പുണ്ട്, പോട്ടെ. പക്ഷേ ചീത്തയായിട്ടുള്ള ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞ ലാലേട്ടൻ അതിനും സിബിനെ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട്. ക്വാളിറ്റി ഉള്ള ആളുകളാണോ ഇവിടെ ഉള്ളത് എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ക്വാളിറ്റി ഇല്ലാത്തവരും ഉണ്ട്. ചില ആൾക്കാർക്ക് ക്വാളിറ്റി ഇല്ല, അതുകൊണ്ട് ഇങ്ങനൊരു ഷോ ക്വാളിറ്റി ഉള്ള ഷോയാണ്, അതുകൊണ്ട് ക്വാളിറ്റി ഉള്ള ആളുകൾ വേണം ഈ ഷോയിലെന്ന് സിബിൻ പറഞ്ഞല്ലോ. സിബിന് ക്വാളിറ്റി ഉണ്ടോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു. സിബിൻ പറഞ്ഞു, എനിക്ക് ക്വാളിറ്റി ഉണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ല ലാലേട്ട, മറ്റുള്ളവരാണ്. താങ്കൾക്ക് ക്വാളിറ്റി ഇല്ലാതെ ഞാൻ പറഞ്ഞാലോ എന്ന് ചോദിച്ചു. എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, താൻ എന്തിനാണ് മോശം ആംഗ്യം ജാസ്മിനെ കാണിച്ചതെന്ന്. ജാസ്മിൻ അന്നേരം ഭയങ്കര സന്തോഷമായി. ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. മോശം ആംഗ്യം കാണിച്ചത് വളരെയധികം തെറ്റാണ്. അപ്പോൾ ലാലേട്ടൻ സിബിൻ പറയുന്നുണ്ട്, ഞാൻ ജാസ്മിനെ അല്ല കാണിച്ചതെന്ന്. അപ്പം ലാലേട്ടൻ ചോദിച്ചു, ജാസ്മിനെ അല്ല കാണിച്ചെങ്കിൽ പിന്നെ എന്തിനാണ് ജാസ്മിനോട് പോയിട്ട് അപ്പോളജി ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ വീണെടുത്ത് കിടന്ന് ഉരുളാൻ വേണ്ടിയിട്ടാണ് സിബിൻ ശ്രമിച്ചത്. അതിനെ ലാലേട്ടൻ കൃത്യമായിട്ട് തടഞ്ഞ് കൃത്യമായിട്ട് കൗണ്ടർ ചെയ്ത് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ജിൻഡോയുടെ പ്രശ്നത്തിൽ ജിൻഡോ ജാസ്മിനെ കാലേ വാരി അടിച്ചേനെ എന്ന് ചോദിച്ചത് സിബിൻ പറഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുന്നു. സിബിൻ പറഞ്ഞിട്ടല്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ സിബിൻ അത് പറഞ്ഞു കൊടുക്കുന്ന വീഡിയോ പ്ലേ ചെയ്ത് കൊടുത്തു. ജാസ്മിന് മാനസിക പ്രശ്നമുള്ളതുകൊണ്ട് 2-3 ദിവസത്തേക്ക് ഒന്നും പറയരുത് എന്ന് റസ്മിൻ പറഞ്ഞതുകൊണ്ടാണ് പറയാത്തത്, അല്ലെങ്കിൽ കാലേ വാരി നിലത്തടിച്ചേനെ എന്ന് പറയണമെന്ന് സിബിൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജാസ്മിനോട് ലാലേട്ടൻ ഇത് കാണിച്ചിട്ട് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, എനിക്ക് വേറെ ശിക്ഷയൊന്നും കൊടുക്കണമെന്നില്ല, എനിക്കൊരു കാര്യം സിബിനോട് പറയാനുണ്ട്, എനിക്കൊരു മാനസിക പ്രശ്നവുമില്ല എന്ന് പറയുന്നുണ്ട്. ഈ പറഞ്ഞതിനെല്ലാം ശിക്ഷയായിട്ട് ഡയറക്റ്റ് നോമിനേഷനിലോട്ട് സിബിനെ ഇട്ടു. അതിനോടൊപ്പം ഒരു കാര്യം കൂടെ ചെയ്തു, പവർ ടീമിൽ നിന്ന് പുറത്താക്കി. ഈ 2 ശിക്ഷയാണ് കൊടുത്തത്. എന്നിട്ട് ലാലേട്ടൻ ബ്രേക്ക് പറഞ്ഞു പോയ സമയത്ത് സിബിൻ പവർ റൂമിൽ ഇരുന്ന് എല്ലാവരോടും സങ്കടം പറയുന്നുണ്ട്. ആകെ കയ്യിൽ നിന്ന് പോയി വിഷമിച്ചിരിക്കുന്ന ഒരു സന്ദർഭം. അപ്പോൾ തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, സിബിൻ പവർ ഹൗസിൻ്റെ അല്ലെങ്കിൽ പവർ റൂമിൻ്റെ പവർ മെമ്പർ അല്ലാത്തത് കൊണ്ട് ഉടനെ തന്നെ സാധനങ്ങൾ എടുത്ത് ഇറങ്ങണമെന്ന്. അതൊരിക്കലും ന്യായം ഉള്ള കാര്യമായിട്ട് തോന്നി. ലാലേട്ടൻ പോയി കഴിഞ്ഞിട്ടൊരു കുറച്ച് സാവകാശം കൊടുത്തിട്ടായിരുന്നെങ്കിൽ വേണ്ടില്ല, ഉടനെ ഇറങ്ങണം എന്ന് പറഞ്ഞതിനോട് ഒട്ടും യോജിക്കാനായിട്ട് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും റേറ്റിംഗ് കുറഞ്ഞു പോയ, അല്ലെങ്കിൽ റേറ്റിംഗ് ഉണ്ടായിരുന്നു പക്ഷേ റേറ്റിംഗ് കുറവായിരുന്നു, ഒട്ടും എൻ്റർടൈനിങ് അല്ലാത്ത ഷോ, അതാണ് കറക്റ്റ് പ്രയോഗം. എൻ്റർടൈനിങ് അല്ലാത്ത ഷോയെ ഈ ഒരു വീക്കോട് കൂടിയിട്ട് ഒരുപാട് പ്രേക്ഷകരെ ആ ഷോയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ഒരുപാട് പ്രേക്ഷകർ തിരിച്ച് കാണാൻ വരികയും അതുപോലെ തന്നെ ഷോ എൻ്റർടൈനിങ് ആക്കി മാറ്റിയ വ്യക്തിയാണ് സിബിൻ. അതുകൊണ്ട് തന്നെ ഇത്രത്തോളം വേണ്ടിയിരുന്ന മോശമായിട്ടുള്ള ആംഗ്യഭാഷ കാണിച്ചത് വളരെയധികം തെറ്റാണ്. അതിന് ശിക്ഷ കൊടുത്തു. പക്ഷേ ഇത്രത്തോളം പെട്ടെന്ന് പവർ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പാകത്തിന് പറയേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നി. നല്ല ക്രിയേറ്റീവായിട്ടുള്ള വീക്കെൻഡ് ആയതുകൊണ്ട് പവർ റൂം മെമ്പേഴ്സിനെ അഭിനന്ദിച്ചുകൊണ്ട് 1000 പോയിൻറ്റ്സ് ലക്ഷറി പോയിൻറ്റ്സ് കൊടുത്തു. അത് ശരിയാണ്. പക്ഷേ അതിൽ ഒരൊറ്റ വ്യക്തിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഗെയിം ചേഞ്ചർ, അത് സിബിനായിരുന്നു. അത് മറന്നിട്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്തപ്പോഴത്തേക്കും ആ ശിക്ഷ കൊടുത്തു, അത് അംഗീകരിക്കാൻ പെട്ടെന്ന് ഇറങ്ങിപ്പോണം, ഉടൻ തന്നെ ഇറങ്ങിപ്പോണം എന്നൊക്കെ പറയുമ്പോൾ അത് വളരെയധികം ഒരു ഏകപക്ഷീയമായിട്ട് നിലപാടെടുത്ത പോലെ തോന്നി. ഋഷി ചോദിച്ച പോലെ തന്നെ ഈ ആംഗ്യഭാഷ അല്ലാതെ വായിൽ നിന്ന് മോശം കാണിക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ടല്ലോ ലാലേട്ട, ഇവരോടൊന്നും ചെയ്യാത്ത അല്ലെങ്കിൽ ഇവർക്കൊന്നും കൊടുക്കാത്ത ശിക്ഷ എന്തുകൊണ്ടാണ് സിബിന് മാത്രമായിട്ട് കൊടുത്തത് എന്നാണ് ഋഷി ചോദിച്ചത്. ഞങ്ങളും അതേ ചോദ്യം, അല്ലെങ്കിൽ ഞാനും അതേ ചോദ്യം തന്നെ ചോദിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ഫ്രം വഷാവിയോ.